ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് ഇൻ്റഗ്രൽ 0 to 1 x × 1 - x raised to n dx. ഇതെങ്ങനെ ഇപ്പം ജിയോളി ഹിയർ വി കൻ യൂസ് ദ പ്രോപ്പർട്ടി. ഇതാ പിന്നെയും ഇവിടെ എഫ് ഓഫ് എ മൈനസ് എക്സ്. അപ്പോൾ പിന്നെയും കിങ്സ് റൂൾ. അതായത് ഞാൻ വീണ്ടും പറയാണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ പ്രോപ്പർട്ടി നമ്പർ 4നെയാണ് ഞാൻ ഓമനെ പേരായിട്ട് കിങ്സ് റൂൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതൊരു കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് തരുന്നത്. നമ്മൾ വളരെ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന പ്രോബ്ലം എല്ലാം വളരെ LKG ലെവലാക്കി മാറ്റി തരുന്ന രീതിയിൽ. അപ്പോൾ അയാൾ കിങ് ആണ്. ഇത് മേക്ക് ദ തിങ് ഈസിയർ ഫോർ അസ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പ്രോപ്പർട്ടീസും നമ്മളെ കുറുക്ക് വഴിയിലും തേടിയിട്ട് അതിനെ എളുപ്പ രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. I = എന്ന സാധനം ഇൻ്റഗ്രൽ 0 to 1 x × 1 - x dx. ഒരു കാര്യം ചെയ്ത് ഈ എക്സിൻ്റെ പകരം 1 - x, അതായത് ഈ അപ്പർ ലിമിറ്റ് -x. അപ്പോൾ 1 - x ഇൻറ്റു 1 ഈ എക്സിന് പകരം 1 - x. അപ്പോൾ ഈ മൈനസിലേക്ക് ആയിട്ട് നമ്മൾ 1 - 1 പിന്നെ -x, അതായത് -(-x) +x. അപ്പോൾ 1ഉം -1ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വന്നു, 1 - x × x raised to n dx. എനിക്ക് തോന്നുന്നു ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. നോക്കാമല്ലോ, ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ ഇവിടെ ഇപ്പം ബാക്കിയില്ല, x raised to, അതായത് ഇവിടെ x ബാക്കിയുണ്ട്, അതിൻ്റെ മുകളിൽ പവർ n ബാക്കിയുണ്ട്. അപ്പോൾ ഈ x raised to n ഉണ്ട്, ഇവിടെ ഒരു 1 - x. ഇനി ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഇതിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x raised to n × 1 x raised to n മൈനസ് x raised to n x എന്ന് പറയുന്നത് -x raised to, അതായത് x raised to n ഇൻറ്റു x raised to 1. അപ്പോൾ എത്രയായിരിക്കും, x raised to n + 1. കാരണം പവർ റൂൾ, a raised to m ഇൻറ്റു a raised to n = a raised to m + n. അപ്പോൾ x raised to n - x raised to n + 1. ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യാലോ. ഇത് നമുക്കറിയാം. ഇനി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാലോ, ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് എങ്ങനെ ചെയ്യുക, x raised to n ഇൻ്റഗ്രൽ x raised to n + 1 / n + n. ഇതന്നെ ആക്ച്വലി നമ്മൾ പവർ റൂൾ എന്ന് പറയുന്നത്. -x raised to n + 1 + 1, അപ്പോൾ n + 2 / n + 1 + 1 n + 2 വിത്ത് ലിമിറ്റ്സ് 1 to 0 അല്ല 0 to 1. ഒരു കാര്യം ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 / എനിത്തിങ് 1 / n + 1 ആണെങ്കിൽ അത് 1 തന്നെ വരാൻ പോകുന്നില്ല. / n + 1 ഉണ്ട്. അപ്പോൾ 1 / n + 1 മൈനസ് ഇവിടെ എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 raised to n + 2 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും, / n + 2. 0 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എന്തായാലും 2 ടേംസ് 0 ആയിപ്പോൾ. പിന്നെ -0 അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × n + 2 n + 2 മൈനസ് n + 1 / n + 1 × n + 2. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കും, ഈ -n-ഉം ഇവിടുത്തെ +n-ഉം ക്യാൻസൽ ആയിപ്പോയി. പിന്നെന്താ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ 2 - 1 1 / n + 1 × n + 2. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ പ്ലസിൻ്റെ ആവശ്യമില്ല. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്.